വീട്ടമ്മയായ എനിക്ക് ഒരു പക്ഷേ സർക്കാർ ജോലി ഒരു വിദൂര സ്വപ്നമായി മാറിയേനെ. പക്ഷേ എന്റെ എക്സ്ക്യൂസുകളെല്ലാം മാറ്റിവെച്ച് ഇന്ന് ഞാൻ ഒരു സർക്കാർ ജോലിക്ക് അരികിലെത്തിയിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശാലു. ഞാൻ കൊല്ലം ജില്ലയിലെ കടക്കൽ സ്വദേശിനിയാണ്. ഞാൻ എൻട്രി ഗോൾഡ് ബാച്ച് യൂസർ ആയിരുന്നു. അതിലൂടെ എനിക്ക് ഇക്കഴിഞ്ഞ ബിവറേജ് LD-യിൽ 60ാമത്തെ റാങ്കും തിരുവനന്തപുരം VFAയിൽ 24ാമത്തെ റാങ്കും നേടാൻ സാധിച്ചു. കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട്. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PG ചെയ്ത ശേഷം 2 വർഷം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു. മലപ്പുറത്ത് അൽഷിഫ ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ റിസൈൻ ചെയ്തു. നാട്ടിൽ എൻ്റെ കൊല്ലം ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ ജോലി നോക്കാനായിട്ട് ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഞാൻ 2-3 ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ സാലറി ഞാൻ പ്രതീക്ഷിച്ച അത്ര സാലറി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു ഗവൺമെൻറ് ജോലിയാണ് കുറെ കൂടി ബെറ്റർ, എന്നാൽ നമുക്കൊരു ഗവൺമെൻറ് ജോലി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ബാങ്ക് കോച്ചിങ്ങിനാണ് പോയത്. ഓഫ്ലൈൻ ആയിരുന്നു. പക്ഷെ ചെറിയ മോൾ ഉള്ളത് കൊണ്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് 2-3 പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി, പക്ഷേ മെയിൻസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഹസ്ബൻഡാണ് പറഞ്ഞത് PSC കോച്ചിങ്ങിലോട്ട് മാറാൻ. പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല PSC. കാര്യം എനിക്ക് ഇംഗ്ലീഷ് നല്ല ടഫായിരുന്നു. കൂടാതെ ഈ ഇയേഴ്സ് ഹിസ്റ്ററി ഒക്കെ കാണാതെ പഠിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എൻട്രി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അപ്പോൾ ജസ്റ്റ് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് എന്നെ ഡൗൺലോഡ് ചെയ്ത് തന്നു. ഞാനങ്ങനെ ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് വിളിക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരുന്നു ആദ്യം വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻട്രിയുടെ ഒരു മെൻറ്റർ വിളിച്ചിരുന്നു ഗോൾഡ് ബാച്ചിലോട്ട് ചേരാനായിട്ട്. അപ്പോൾ ഞാൻ ഗോൾഡ് ബാച്ച് എടുത്തു. അപ്പോൾ എനിക്ക് PSC പറ്റി ഒന്നും അറിയില്ല. എന്താണോ എൻട്രിയിൽ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്ത് ഞാൻ ഡിഗ്രി പ്രിലിംസ് എഴുതി. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതി വന്നതിന് ശേഷമാണ് PSC ഒരുപാട് മാറി, അപ്പോൾ എല്ലാവർക്കും നല്ല ടഫായിരുന്നു എന്നൊക്കെ ഞാൻ യൂട്യൂബ് വഴി അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു അവസരമാണ്, പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും ഇവിടെ ഈക്വലായി, അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ 10th ലെവലിലേക്ക് കോംപ്രഹെൻസീവ് കോഴ്സ് നോർമൽ ബാച്ച് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലൊരു വാശി ഉണ്ടായിരുന്നു, ഡിഗ്രി പ്രിലിംസ് പോലെ ആകരുത്, കുറച്ചുകൂടി നന്നായി വർക്ക് ചെയ്യണം. കാര്യം റിസൾട്ട് വരും മുമ്പ് തന്നെ എനിക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനെ ഞാൻ നന്നായി പഠിച്ചു. എനിക്ക് 89 സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, എന്തായാലും എല്ലാ പ്രിലിംസും ഞാൻ ക്ലിയർ ചെയ്യുമെന്ന്. അങ്ങനെ എൻട്രിയുടെ ഗോൾഡ് ബാച്ച് മെയിൻസ് ഞാൻ എടുത്തു. ബേസിൽ സാറായിരുന്നു ഞങ്ങളുടെ മെൻറ്റർ. അങ്ങനെ ഗോൾഡ് ബാച്ചിലൂടെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഫോളോ ചെയ്തിരുന്ന സ്റ്റഡി പ്ലാൻ ഞാൻ സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്താണ് ചെയ്തത്. കാര്യം എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ ബേസിൽ സാർ അയച്ചു തരുന്ന ഡെയിലി വീഡിയോസ് എല്ലാം കേൾക്കും. അത് കഴിഞ്ഞ് ലെക്ചർ നോട്ട് കൂടെ തന്നെ എഴുതും. അപ്പോൾ തന്നെ പഠിച്ചതിന് ശേഷം ക്വിസ് അറ്റൻഡ് ചെയ്യും. ആ ക്വിസിൽ നമുക്ക് എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് കുറേ പോർഷൻസ് കാണും. അത് വായിച്ച് അതിൽ നിന്നും കൂടി നോട്ട് പ്രിപ്പയർ ചെയ്ത് നോട്ട് കംപ്ലീറ്റ് ആക്കി വെക്കുമായിരുന്നു. പിന്നെ കറണ്ട് അഫേഴ്സ് ഞാൻ ഡെയിലി 2 പത്രം വായിക്കും. എൻട്രിയുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ഡെയിലി കേൾക്കും. പിന്നെ മന്ത്ലി ഉള്ള കറണ്ട് അഫേഴ്സ് കേൾക്കും. പിന്നെ നമ്മുടെ ഇയർ എൻഡിങ് ചാലഞ്ച് നല്ല രീതിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അത് ഞാനൊരു 4 പ്രാവശ്യമെങ്കിലും ജോലിയെല്ലാം ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുമായിരുന്നു. കൂടാതെ അതിൻ്റെ PDF തന്നെ ഞാനൊരു 3-4 തവണ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് എല്ലാം എനിക്ക് ആ സൈഡ് നല്ല സെറ്റായിരുന്നു. പിന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോയിരുന്നതുകൊണ്ട് മാത്സ് റീസണിങ് കുറച്ച് സ്ട്രോങ് ആയിരുന്നു. എന്നാലും എൻട്രിയുടെ ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ. അല്ലാതെ ഞാൻ കൂടുതൽ റാങ്ക് ഫയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ടൈം ഒരു റാങ്ക് ഫയൽ വാങ്ങി, പക്ഷേ അത് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരു 5% പോലും വായിച്ചിട്ടില്ല. എക്സ്ട്രാ റീഡിങ്ങിന് ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മാതൃഭൂമിയുടെ തൊഴിൽവാർത്ത മാത്രമേ വായിച്ചിട്ടുള്ളൂ. അല്ലാതെ എൻട്രിയാണ് ഫുള്ള് യൂസ് ചെയ്തത്. സർക്കാർ ജോലിയുടെ പ്രാധാന്യം എല്ലാവരെയും പോലെ തന്നെ ഞാനും കൂടുതലായി തിരിച്ചറിയുന്നത് കോവിഡ് പാൻഡമിക്കിൻ്റെ കാലത്താണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പോൾ അതറിഞ്ഞപ്പോൾ കൂടുതലായിട്ട് ഗവൺമെൻറ് ജോബ് വേണം എന്നൊരാഗ്രഹം തീവ്രമായി. അതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ഈ കോവിഡ് പാൻഡമിക് അതിനെ തീവ്രമാക്കി. ഇപ്പോൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ആദ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ, PSC ഒരു ബാലികേറ മലയൊന്നും അല്ല. ഒരു വീട്ടമ്മയായിട്ടിരുന്ന് എനിക്കിതൊക്കെ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും പറ്റും. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും ഓരോ വീക്ക് പോയിന്റ്സും സ്ട്രോങ് പോയിന്റ്സും ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും, ഓരോ കൺവീനിയൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് കൂടുതൽ നോട്ട് എഴുതി പഠിക്കാനൊക്കെ പറ്റി. പക്ഷെ ഓരോരുത്തർക്ക് അവരുടെ ടൈം അനുസരിച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുക. നമ്മൾ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഒത്തിരി കേൾക്കണം. എന്നാൽ അതിൽ നിന്ന് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള മാത്രം സെലക്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും നമ്മുടെ 1.25 മണിക്കൂർ നമ്മുടെ ഹോളിൽ
മാക്സിമം യൂസ് ചെയ്യുക, ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതുക. നമ്മുടെ ആ സമയത്ത് നമുക്ക് പോസിറ്റീവ് ഉണ്ടാവണമെങ്കിൽ, പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അല്ലാതെ എത്ര പ്രിപ്പയർ ചെയ്തിട്ട് പോയാലും അവിടുത്തെ നിന്ന് ടെൻഷൻ ആയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പോകും. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. എൻ്റെ ഗോൾഡ് ബാച്ചിൽ എൻ്റെ മെന്റർ ബേസിൽ സാർ ആയിരുന്നു. സാറ് നമുക്ക് ഡെയിലി വീഡിയോസ് പഠിക്കാനുള്ളത് ഇട്ട് തരും. അതെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് NCERT SCERT ചാപ്റ്റേഴ്സ് ഓരോ ദിവസം അയച്ചു തരും. അതിലപ്പോൾ തന്നെ ഞാൻ അന്ന് തന്നെ പഠിച്ച് അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഗോൾഡ് ബാച്ചിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് മിനി മീറ്റിംഗ്സ് ആണ്. എന്താണെന്നാൽ മിനി മീറ്റിംഗ്സിൽ നമുക്ക് റിവിഷൻ ആണ്. നമ്മൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് റിവിഷൻ ഉണ്ടാവും. അപ്പോൾ ആ റിവിഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് മിനി മീറ്റിംഗ്സ് ആണ്. ഞാൻ എല്ലാ മിനി മീറ്റിംഗും അറ്റൻഡ് ചെയ്യും. ഇൻ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ആ പോർഷൻ റിവൈസ് ചെയ്യുമായിരുന്നു. പിന്നെ സാറ് കാരണം നമുക്ക് എല്ലാ എക്സാംസും നമ്മൾ OMR തന്നെ എഴുതണം എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ എല്ലാ എക്സാംസും OMR തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റി. ഗോൾഡ് ബാച്ചിൽ മെന്റർ പറയുന്ന എല്ലാം അതുപോലെ ഫോളോ ചെയ്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ PSC. ടൈം മാനേജ്മെന്റ് എനിക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ടൈം മാനേജ്മെന്റ് വലിയൊരു പ്രശ്നമല്ലായിരുന്നു. ഫാമിലി പഠിക്കാനായിട്ട് ഹസ്ബൻഡ് വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓവർനൈറ്റ് ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് പകൽ സമയം തന്നെ ആവശ്യത്തിലധികം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഉറക്കം ഒഴിഞ്ഞ് പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഡേ ടൈമാണ് കൂടുതൽ ഉപയോഗിച്ചത്. ജോലി ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ടൈം എല്ലാം മാനേജ് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇനി വരുന്ന എക്സാമുകളിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും നല്ല ജോലി കരസ്ഥമാക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.